ഗ്രൗണ്ട് സീറോയുടെ ഭാഗമായി ഞങ്ങൾ കഴിഞ്ഞ 3-4 ദിവസമായി ഒരു പൊതുജന സമ്പർക്ക പരിപാടിയിൽ ഏർപ്പെട്ടിരിക്കുകയായിരുന്നു. പൊതുവെ നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ നടക്കുന്ന പല കാര്യങ്ങളെക്കുറിച്ചും രാഷ്ട്രീയ സംഭവ വികാസങ്ങളെക്കുറിച്ചും ഉൾപ്പെടെ പൊതുസമൂഹത്തിൻ്റെ പ്രതികരണങ്ങൾ അറിയാനാണ് ഈ പരിപാടി സംഘടിപ്പിച്ചത്. കഴിഞ്ഞ 57 ദിവസമായി നടന്നുവരുന്ന ആശാപ്രവർത്തകരുടെ സമരവും പോലീസ് ഓഫീസർ ഉദ്യോഗാർത്ഥികൾ അനുഭവിക്കുന്ന ദുരിതവും ഇവരുടെയൊക്കെയുള്ള രാഷ്ട്രീയ പ്രതികരണവും പിണറായി വിജയന്റെ മകളുമായി ബന്ധപ്പെട്ട വിവാദവും എന്നിവയൊക്കെ പുറമേ അടുത്തു വരുന്ന തദ്ദേശീയ തിരഞ്ഞെടുപ്പിലും അസംബ്ലി തിരഞ്ഞെടുപ്പിലും എങ്ങനെ ഇതൊക്കെ ബാധിക്കും എന്നിവയിൽ ഊന്നൽ നൽകിയാണ് ഞങ്ങൾ ഈ സർവേ മുന്നോട്ട് കൊണ്ടുപോയത്. ആളുകളുടെ പ്രതികരണങ്ങളെ ക്രോഡീകരിച്ച ഞങ്ങളുടെ അന്വേഷണത്തിലെ ഫലങ്ങളാണ് നിങ്ങളുടെ സംശയം ഇപ്പോൾ അവതരിപ്പിക്കുന്നത്. 10 ചോദ്യങ്ങളാണ് ഞങ്ങൾ പൊതുവെ ഈ ജനസമ്പർക്ക പരിപാടിയിൽ ഉൾപ്പെടുത്തിയിരുന്നത്. അതിൻ്റെ ഫലങ്ങൾ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുമ്പോൾ തന്നെ ഒരു കാര്യം വ്യക്തമാക്കിക്കൊള്ളട്ടെ. കേരളത്തിൽ ഇന്ന് രൂക്ഷമായ ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുന്നുണ്ട് എന്ന വസ്തുതയ്ക്കപ്പുറം പൊതുവെ നമ്മുടെ സമൂഹം ഒരു ഭരണമാറ്റത്തിന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നുണ്ട്. ഇതിൽ നമുക്ക് ഗ്രൗണ്ട് സീറോ ഉന്നയിച്ച ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഒന്ന് ഓരോന്നോരോന്നായി പരിശോധിക്കാം. ചോദ്യം നമ്പർ 1. കേരളത്തിൽ ഇന്നൊരു കുടുംബത്തിന് 332 രൂപ കൊണ്ട് ദൈനംദിന ചെലവ് നടത്താൻ സാധിക്കുമോ? ഇല്ല എന്നത് 94% പേര് പറയുന്നു. പ്രയാസമാണെന്ന് 6% പേർ പറയുന്നു. ചോദ്യം 2. ഇപ്പോൾ ആശാപ്രവർത്തകർ നടത്തിവരുന്ന സമരം നിങ്ങൾ അനുകൂലിക്കുന്നുണ്ടോ എന്ന ചോദ്യമാണ്. ഈ ചോദ്യത്തിന് 72% പേർ പറയുന്നത് ഇല്ല എന്നാണ്. 16% പേർ ഉണ്ട് എന്ന് പറയുമ്പോൾ 2% പേർ അഭിപ്രായം ഇല്ല എന്നും രേഖപ്പെടുത്തുന്നു. മൂന്നാമത്തെ ചോദ്യം വരുന്നത് സമരക്കാരോട് ഗവൺമെന്റിന്റെ സമീപനം നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? 72% പേർ ഇല്ല എന്ന് പറയുമ്പോൾ 9% മാത്രമാണ് അംഗീകരിക്കുന്നത് എന്ന് പറയുന്നത്. അഭിപ്രായം ഇല്ല എന്ന് പറയുന്നവർ 19% പേരും ഉണ്ട്. നാലാമത്തെ ചോദ്യം, ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജിന്റെ സമരം അവസാനിപ്പിക്കുന്നതിനുള്ള ഇടപെടൽ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? ഇല്ല എന്ന് 73% പേർ പറയുന്നു. അംഗീകരിക്കുന്നു എന്നത് 12% മാത്രമാണ്. ഈ വിഷയത്തിൽ അഭിപ്രായം രേഖപ്പെടുത്താൻ ഇല്ല എന്ന് 15% പേർ പറയുന്നു. അഞ്ചാമത്തെ ചോദ്യം, ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദുവും CITU നേതാക്കളും ആശാപ്രവർത്തകരെ അപമാനിച്ചത് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ എന്ന ചോദ്യമാണ്. ഇല്ല എന്ന് 82% ആളുകൾ പറയുമ്പോൾ 5% മാത്രമാണ് അംഗീകരിക്കുന്നു എന്ന് പറയുന്നത്. അഭിപ്രായമില്ല എന്നത് 13% പേരും രേഖപ്പെടുത്തുന്നു. ആറാമത്തെ ചോദ്യം, സർക്കാരിന്റെ സാമ്പത്തിക പരാധീനതയാണോ ആശാപ്രവർത്തകരുടെ സമരം ഇത്ര നീളാൻ വഴിവെച്ചത്? അല്ല എന്ന് 65% ആളുകൾ പറയുന്നു. അതെ എന്ന് 22% പറയുമ്പോൾ അഭിപ്രായമേ ഇല്ല എന്ന് 13% ആളുകളും പറയുന്നു. ഏഴാമത്തെ ചോദ്യം, മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയനെതിരായ കുറ്റപത്രം നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? അംഗീകരിക്കുന്നു എന്നാണ് 70% ആളുകൾ പറയുന്നത്. ഇല്ല എന്ന് 20%, അഭിപ്രായമേ ഇല്ല എന്ന് 10% പേരും പറയുന്നു. എട്ടാമത്തെ ചോദ്യം, ഇത് പിണറായി സർക്കാരിന്റെ നിലനിൽപ്പിനെ ബാധിക്കുമോ എന്നാണ്. ബാധിക്കുമെന്നാണ് 72% പേർ പറയുന്നത്. ഇല്ല എന്ന് 22% ആളുകൾ പറയുന്നു. ഇതിലും അഭിപ്രായമേ ഇല്ല എന്ന് 6% മാറി നിൽക്കുന്നുണ്ട്. ഒൻപതാമത്തെ ചോദ്യം, വനിതാ സിവിൽ പോലീസ് ഓഫീസ് ഉദ്യോഗാർത്ഥികൾ കല്ലുപ്പിൽ മുട്ടുകുത്തി നിൽക്കുന്ന സമരം നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നുവോ? അതോ ഇവർ കാണിക്കുന്നത് പ്രഹസനമായിരുന്നു? ഇതിൽ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുമ്പോൾ കഷ്ടം തന്നെ എന്നാണ് 78% പേർ പറയുന്നത്. കാരണം അവരുടെ ഈ ഗതികെട്ട അവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചതിനെയാണ് അവർ കഷ്ടമെന്ന് പറയുന്നത്. ഇതിൽ അഭിപ്രായമില്ലാമെന്ന് 18% ആളുകൾ പറയുന്നു. ഞങ്ങൾ ശ്രദ്ധിച്ചിട്ടേ ഇല്ല എന്ന് വെറും 4% ആളുകൾ പറഞ്ഞുകൊണ്ട് മാറി നിൽക്കുകയാണ്. 10ാമത്തെ ചോദ്യം, മേൽപ്പറഞ്ഞ ചോദ്യങ്ങളുടെ പശ്ചാത്തലത്തിൽ വരുന്ന തദ്ദേശീയ സ്വയംഭരണ അസംബ്ലി തിരഞ്ഞെടുപ്പിൽ നിങ്ങൾ LDFന് വോട്ട് ചെയ്യുമോ എന്നാണ്. മറ്റ് ഘടകങ്ങൾ നിങ്ങൾ വിലയിരുത്തുമോ എന്നും അതിൻ്റെ ഉപചോദ്യമായി വരുന്നുണ്ട്. ഇതിൽ 48% ആളുകളാണ് ഇല്ല എന്ന് രേഖപ്പെടുത്തുന്നത്. എന്നാൽ ചെയ്യുമെന്ന് 22% പേർ പറയുമ്പോൾ മറ്റ് ഘടകങ്ങൾ വിലയിരുത്തി വോട്ട് ചെയ്യുമെന്ന് 30% ആളുകളും വിലയിരുത്തുന്നു.
ഇത് ഒരു ശാസ്ത്രീയമായി നടത്തിയ സർവേയുടെ ഫലങ്ങളല്ല. അതുകൊണ്ട് തന്നെ ഇതിൽ കുറേയൊക്കെ വകഭേദങ്ങൾ കടന്നുകൂടിയിരിക്കുന്നു എന്നുള്ളത് നിശ്ചയമാണ്. പക്ഷേ അത് പറയുമ്പോൾ തന്നെ പൊതുവെ നമ്മുടെ പൊതുസമൂഹം നമ്മുടെ ഭരണകർത്താക്കളിൽ വിവിധ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഉത്തരവാദിത്വത്തോടെയുള്ള ഇടപെടൽ പ്രതീക്ഷിക്കുന്നു എന്ന് അഭിപ്രായപ്പെടുന്നുണ്ട്. ഇതിന് എന്തെങ്കിലും പറ്റിയാൽ കേരള ജനത അത് കൈകെട്ടി നിന്ന് നോക്കിക്കാണുമെന്ന് ആരും കരുതണ്ട എന്ന താക്കീതും ഉണ്ട്. അതുകൊണ്ട് തന്നെ കേരള ജനത കിട്ടുന്ന അവസരത്തിൽ വളരെ ശക്തമായി പ്രതികരിക്കുമെന്നാണ് ഈ സമ്പർക്ക പരിപാടികളിൽ നിന്നും ഞങ്ങൾ പഠിച്ച പാഠം. എന്തായാലും വരുന്ന തദ്ദേശീയ അസംബ്ലി തിരഞ്ഞെടുപ്പ് ഒരു വലിയ പരീക്ഷണം തന്നെ ആയിരിക്കും LDF സർക്കാരിന് എന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട. കാരണം ഈ ഭരണവിരുദ്ധ വികാരം കൊണ്ട് തന്നെ ജനം ആകെ പൊറുതിമുട്ടിയ അവസ്ഥയിലാണ്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ബട്ടണിലെ ബെൽ ഐക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്.